മിക്കവാറും നമ്മുടെ കേരളത്തിൽ കൂടുതൽ ഞാൻ കണ്ടുവരുന്ന ഫോൾട്ട് സെപ്റ്റിക് ടാങ്കുകളിലാണ്. ആഗ്നേയ വായുവ്യ ഭാഗങ്ങളിലുള്ള സെപ്റ്റിക് ടാങ്കുകളും സ്ത്രീകളുമാണ് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഞാൻ പല ഭാഗങ്ങളിൽ ഞാൻ പോയി കാണുന്ന ഫോൾട്ടുകൾ. ആഗ്നേയ പ്രശ്നമുള്ള ആൾക്കാർ ആ ക്ഷേത്രത്തിൽ നിന്ന് പോയി വരും. അത് ഒരു മറുപരിഹാരമല്ല. ആഗ്നേയ പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റാനുള്ള സംവിധാനങ്ങൾ ആ എനർജി നിങ്ങൾക്ക് തരും. ഹായ്, നമസ്കാരം. വാസ്തുപരമായി മറ്റൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അശ്വിനി. വാസ്തുമേഖലയുമായി ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ആസ്ട്രൽ തങ്കച്ചൻ സാർ നമ്മോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം സാർ. ഇപ്പം ഒരുപാട് പേർക്ക് വാസ്തുവിനെ കുറിച്ച് വലിയ അറിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഇല്ലാത്തവർ വീട് നിർമ്മിക്കുന്ന സമയത്ത് അവരിതിനെ പറ്റി ഒട്ടും കൺസേൺ ചെയ്യുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്തായിരിക്കും ഈ വാസ്തുവിൻ്റെ പ്രധാനം ഇവർ അറിയുന്ന സമയത്തേക്ക് വീട് പണി ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് എന്തായിരിക്കും ഒരു പ്രതിവിധി? അവർക്ക് വീട് ഇനി വേറെ പണിയുവാണോ, അത് പൊളിച്ചു പണിയുവാണോ ചെയ്യേണ്ടത്? എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ അതിന്? മനസ്സിലായി. ഇപ്പോ അശ്വിനി ചോദ്യം ചോദിക്കുന്ന ഈ കാലങ്ങളിൽ ഇത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ വീട് പണി ഒന്നുകിൽ തച്ച് ശാസ്ത്രം എന്ന രീതിയിൽ അവര് വീട് ആരെങ്കിലും കണ്ട് ചെയ്യിക്കുന്നു. ചില ആൾക്കാർ വാസ്തു എന്താണെന്ന് അറിയാതെ അല്ലെങ്കിൽ അതിലൊരു കാര്യമില്ല എന്ന് വിചാരിച്ച് അതിന് മുഖ്യത്വം കൊടുക്കാതെ ചില ആൾക്കാർ വീട് പണിയുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു വീട് പണി തുടങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്വയം അറിയാൻ തുടങ്ങും. മറ്റതെല്ലാം കേട്ട് കേൾവിയായിരുന്നു, അതുകൊണ്ട് നിസ്സാരം ഒന്നുമല്ല, വെറുതെ ചുമ്മാ എന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷെ യാഥാർത്ഥ്യം അവർ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. ആ വീടിന്റെ തെറ്റായ വാസ്തുവിലൂടെ ആ കൺസ്ട്രക്ഷന്റെ സ്റ്റാർട്ടിങ് തൊട്ട് അവർ സ്ട്രഗിളിലോട്ട് പോകുമ്പോൾ അവർക്കത് ചിലപ്പോൾ സമ്മതിക്കേണ്ടി വരും. ആ സമയത്ത് ചിലപ്പം ഇതേപോലത്തെ വ്ളോഗുകൾ കാണുന്നു, അതിൻ്റെ കൂടുതൽ ആധികാരികത അവർ മനസ്സിലാക്കി പിന്നെ എന്നെ വിളിക്കാറുണ്ട്. സാർ, ഈ പറയുന്നത് പോലെയല്ല സംഭവിച്ചു. നേരത്തെ ഇതിനെക്കുറിച്ച് അത്രയ്ക്കും ഞാൻ ബോധമല്ലായിരുന്നു, എനിക്ക് വെൽ മൈൻഡ് അല്ല. പക്ഷെ ഇപ്പം ഓരോ വാക്കുകളും എനിക്ക് അനുഭവിക്കുന്നത് പോലെ തോന്നുന്നു. സാറ് പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ നിത്യേന ജീവിതത്തിൽ എന്നെ പിന്തുടരുന്നു. ഇത് പറയുമ്പോൾ അവർക്ക് പിന്നെ പേടിയാ. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യമാണ് അവരുടെ മുന്നിൽ. ഓഫ്കോഴ്സ് സൈറ്റ് വിസിറ്റ് ചെയ്യണം. ഞാൻ സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ ഞാനും ഒരു വല്ലാത്തൊരു ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ മൂവാറ്റുപുഴ ഇങ്ങനൊരു സംഭവത്തിന് ഞാൻ നേർസാക്ഷിയാണ്. അവിടെ എനിക്ക് ഈ വാസ്തു നോക്കുന്ന മറ്റും ആൾക്കാരോട് ഉപദേശിക്കാനോ അല്ലെങ്കിൽ കർശന ബുദ്ധിയോട് സംസാരിക്കുന്നൊന്നും ഒരു കാര്യമുണ്ട്. നിങ്ങൾ എവിടെ പോയാലും, എന്നെ പോലത്തെ ടെക്നീഷ്യന്മാർ, നിങ്ങൾ എവിടെ പോയാലും ആദ്യം ദിക്കിനെ കൺഫേം ചെയ്യുക. അത് എത്ര ഡിഗ്രിയിലാണെന്നുള്ളത് കൺഫേം ചെയ്യാം. അപ്പോ അദ്ദേഹം അവിടെ ചെയ്ത്, അതൊരു പ്രശസ്തനായ ആളെന്നാ പറയുന്നത്. ഏത് പ്രശസ്തനായിരുന്നാലും ശരി, ഒരു ജീവിതത്തിനെ നിങ്ങൾ കൈവയ്ക്കുന്നത്. നിങ്ങളുടെ പ്രശസ്തിയല്ല അവിടെ, നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ അറിവ്, അത് കൃത്യമായി ഊട്ടി അവിടെ എത്തിക്കണം. അപ്പോൾ ദിക്ക് നോക്കി ആദ്യം കൺഫേം ചെയ്യുക. റോഡിന് പാരലായിട്ട് കൃത്യമായി റോഡിനെതിരെ നിന്ന് അല്ലെങ്കിൽ വീടിന്റെ ലാൻഡിനുള്ളിൽ നിന്നും റോഡ് കൃത്യം 90 ഡിഗ്രിയിൽ നിന്ന് നിങ്ങളുടെ കോമ്പസിൽ എത്ര ഡിഗ്രി കാണിക്കുന്നു എന്നുള്ളത് ആദ്യം നിങ്ങൾ തീർച്ചപ്പെടുത്തുക. രണ്ടാമത്, കോമ്പസ് പണി തരും. ചിലർ മൊബൈൽ കോമ്പസിൽ നോക്കും. മൊബൈൽ കോമ്പസ് മാഗ്നറ്റിക് സെൻസറാണത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള വളയോ വാച്ചോ തൊട്ടടുത്തുള്ള ഇരുമ്പോ എന്തെങ്കിലും ഒരു ആകർഷണം ഉണ്ടായി അത് കൃത്യമായി കാണിക്കണമെന്നില്ല. മാനുവൽ കോമ്പസ് ആൾമോസ്റ്റ് ഓക്കെ, ഐഫോൺ കോമ്പസുകളും ഓക്കെ. എന്നിട്ടും നിങ്ങൾ ആ വീട്ടുകാരോട് തന്നെ ചോദിക്കണം കിഴക്ക് എവിടെയാണ് എന്നുള്ളത്. കിഴക്ക് കണ്ടുപിടിച്ചാൽ നമുക്ക്, കാരണം അവർക്ക് വടക്ക് തെക്കിനെ കുറിച്ച് വലിയ ധാരണ കാണില്ല, കിഴക്കിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ട്. കാരണം സൂര്യന്റെ ദുഃഖാണല്ലോ. കോമ്പസ് നോക്കുക, നോക്കി ദിക്ക് നിർണയിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ അവര് വാസ്തു അഡ്വൈസിലോട്ട് പോകാവൂ. അപ്പോ കഴിഞ്ഞ മൂവാറ്റുപുഴയിൽ ഞാൻ കണ്ടത്, വീട് അവർ കെട്ടി നിർത്തിക്കുക, പക്ഷേ അവരൊരു ദിക്കിനെ തിരഞ്ഞെടുത്ത് ആ ദിക്ക് നോക്കി അവർ വീടിനെ തിരിച്ചു വെച്ചിരിക്കുക. വീട് ലാൻഡ് സ്ക്വയറിൽ നിൽക്കുക, വീട് വടക്കോട്ട് ചരിഞ്ഞ് നിൽക്കുക. അത് വലിയൊരു ദുർഘടമാണ്. അപ്പൊ വീടിനെ മുഴുവൻ ഇടിച്ചു മാറ്റാൻ പറ്റുമോ? കെട്ടിപ്പോയി, ലക്ഷങ്ങൾ ചെലവാക്കി വീട് കെട്ടിക്കഴിഞ്ഞു. പിന്നീടാണ് അവർക്ക് ഇത് യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. ഒരു പക്ഷേ അതിന് ആ എഞ്ചിനീയറിൻ്റെ അടുത്തോ, ആ ഇത് കുറ്റിവെക്കുന്ന ആൾക്കാരെയൊക്കെ പല പേരിൽ അറിയപ്പെടുന്നു, ആചാര്യന്മാരെന്ന്, അങ്ങനെയൊന്നുമല്ല, ആ ടെക്നീഷ്യനോ, അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഹെൽപ്ലെസ്സാ. പിന്നെ അവർ വാദങ്ങൾ വെച്ച് നിരത്തും. അവരുടെ പക്കം ശരിയാണെന്നുള്ളത് വാദങ്ങൾ വെച്ച് നിരത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അതാണ് യാഥാർത്ഥ്യം. എന്ത് വാദങ്ങൾ, ബോക്സ് ഓർ ബേസിക്, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ ചെയ്ത വീടുകളുടെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് പോവുക. അപ്പോൾ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും വലിയ വീടിനെ ഇടിച്ചു കെട്ടാൻ പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ, ഞാനും ബുദ്ധിമുട്ടി പോയി. എനിക്ക് എങ്ങനെ പറ്റും ഈ വീടിനെ
ഇടിച്ചു കെട്ടണം എന്ന് പറയുന്നത് മണ്ടത്തരമില്ല. ഇന്നത്തെ 2026 കാലഘട്ടത്തിൽ അവർ അക്സെപ്റ്റ് ചെയ്തില്ല. ഒരു വിഷയം നമ്മുടെ വാസ്തുവിനെ തന്നെ അവർ തിരിച്ച് സംസാരിക്കും. അവർക്ക് വേറെ ശരികൾ തോന്നും. അപ്പൊ അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ റീസ്ട്രക്ചർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അറ്റ്ലീസ്റ്റ് ഇപ്പൊ കെട്ടിപ്പോയി, തെറ്റി സംഭവിച്ചു, ലാൻഡിന് വിപരീതമായാണ് വീട് കെട്ടിക്കഴിഞ്ഞു, ഇനി അതിനെ മുഴുവൻ ഇടിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെ വിശ്വസിക്കാത്ത പല ആൾക്കാരും ഉണ്ടാവും. നിങ്ങൾക്ക് അവർക്ക് വെച്ച് കൈമാറാം. ഇതൊന്നുമില്ല, വെറുതെ ആണെന്ന് പറയുന്ന ആൾക്കാർ സന്തോഷത്തോടെ ആ ജോലിയുടെ മാട്രിക്കിനെ ചിലപ്പോൾ കൊണ്ടുപോകുമായിരിക്കാം. അത് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ അതിനെ വെച്ച്, കാരണം ഭൂമി വളരെ വിശാലമാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് വേറൊരു ഭദ്രമായിട്ടുള്ള ഭാഗത്ത് കുറച്ചുകൂടെ ചെറുതായിട്ടോ വലുതായിട്ടോ നിങ്ങൾക്ക് സ്ഥലം തിരഞ്ഞെടുത്തുകൊണ്ട് വാസ്തുയോഗ്യമായ ഒരു വീട് നിങ്ങൾക്ക് പണിയാം. അന്നത്തോടെ നിങ്ങളുടെ കർമ്മ കഴിഞ്ഞു. അതിൽ തന്നെ തുടരണം എന്നുണ്ട് കഴിഞ്ഞാൽ, അത് ഞാൻ എപ്പോഴും ഉദാഹരണം പറയും പോലെ, ഒരു വീട്ടിനുള്ളിൽ ഒരു പാമ്പ് നുഴഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ, ആ പാമ്പിനെ കൃത്യമായി എത്രയും വേഗം അതിനെ പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തത് പുറത്തു വരുമ്പം നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ഇത് ഫോൾട്ടാണെന്ന് മനസ്സിലാകുമ്പോൾ ഫസ്റ്റ് റീസ്ട്രക്ചർ ചെയ്യാം. ഫസ്റ്റ് സോൾഡ് ഔട്ട്, അതല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യുമ്പോൾ ഹൈറ്റ് ആൻഡ് വെയിറ്റിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. രണ്ടാമത് കുഴികളിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാം. കാരണം എവിടെയാണ് എത്ര % ആണോ നിങ്ങളുടെ വാസ്തു ദോഷം വരുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് അത്രയും % കൂടുതൽ മറ്റെവിടെയെങ്കിലും ആക്കാം. ജിംസം ബോർഡൊക്കെ ഇല്ലേ, നമ്മുടെ ചില പ്രൊജക്ട് മിസ്സിംഗ് ഏരിയകളൊക്കെ നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യാൻ കല്ല് വെച്ച് കെട്ടാൻ കഴിയാത്ത പക്ഷം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡിസൈൻ വർക്ക്, ഷോ വാൾസ് ഒക്കെ കെട്ടി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഇത് കൃത്യമായി പറയണമെങ്കിൽ ലാൻഡ് വിസിറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓപ്ഷൻ ഓപ്പോസിറ്റ് വരുന്നതിന് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത പല ആൾക്കാരും ഉണ്ടാവും. അവരത് സന്തോഷത്തോടെ മേടിക്കട്ടെ, നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറും, നിങ്ങളെങ്കിലും രക്ഷപ്പെടും. രണ്ടാമത് അതല്ലെങ്കിൽ അതിനെ റീസ്ട്രക്ചർ ചെയ്യണം. അപ്പം നിങ്ങളുടെ ലേബറിലങ്ങ് നിൽക്കും. കാരണം ഒരു വീടെന്നുള്ളത് തലമുറ വാഴേണ്ടതാണ്. നിങ്ങൾ ആരും 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ അല്ല വീട് കെട്ടുന്നത്. അത് തലമുറ പോകേണ്ടതാണ്. ഒരുപക്ഷെ അത് വിറ്റ് പുതിയൊരു സ്ഥലത്തോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അത് വസിക്കുന്ന മറ്റൊരാളുടെയും കൂടെ വേദന അതിനകത്തുണ്ടാവും. മനസ്സിലായില്ലേ? ഇതെല്ലാം വിധിക്കപ്പെട്ടതാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുള്ളൂ. ഞാൻ പോയി എത്തുന്നത് പോലും വിധി പ്രകാരമാണ്. എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. പക്ഷെ എല്ലാ സ്ഥലത്തും ഞാൻ എത്തുന്നില്ല. ഞാൻ എത്തുന്നത് പോലും വിധിപൂർവ്വം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഞാൻ എത്തുകയാണെങ്കിൽ അവരോട് ഞാൻ റീസ്ട്രക്ചറാണ് ആദ്യം ഉദ്ദേശിക്കുന്നത്. കാരണം കാശ് കുറച്ച് കൂടുതലാവും, ലേബർ റീസ്ട്രക്ചർ ചെയ്യണം. അപ്പോൾ ബേസ്മെന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് തന്നെ സോൾവ് ഔട്ട് ചെയ്യുക, അതല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യുക. നിർബന്ധമായും വാസ്തുവിന് ഒരു പരിഹാരമുള്ളൂ, അത് വാസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഞാൻ അമ്പല പരിഹാരങ്ങളൊക്കെ പറയാറുണ്ട് അല്ലേ. ഞാൻ അതിൽ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചത്, മിക്കവാറും നമ്മുടെ കേരളത്തിൽ കൂടുതൽ ഞാൻ കണ്ടുവരുന്ന ഫോൾട്ട് സെപ്റ്റിക് ടാങ്കുകളിലാണ്. ആഗ്നേയ വായുവ്യ ഭാഗങ്ങളിലുള്ള സെപ്റ്റിക് ടാങ്കുകളും സ്ത്രീകളുമാണ് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഞാൻ പല ഭാഗങ്ങളിൽ ഞാൻ പോയി കാണുന്ന ഫോൾട്ടുകൾ. പുരുഷന്മാർക്കും ഉണ്ടാവും. പുരുഷന്മാരെപ്പോഴും കന്നി ഈശാന്യ രീതിയിലുള്ള തെറ്റുകൾ പുരുഷന്മാർക്കെന്ന് ഞാൻ എത്രയോ വട്ടം പറയുന്നുണ്ട്. അതേപോലെ ആഗ്നേയ വായുവ്യ ഭാഗങ്ങളിൽ സെപ്റ്റിക് ടാങ്കുകളാണ് കേരളം മുഴുവനും ഏകദേശം ഭാഗങ്ങളിലും. കാരണം അതിൽ പലരും എന്നോട് ഡിസ്കസ് ചെയ്യുന്നു, ഈ ടെക്നീഷ്യന്മാരിൽ പലരും ഡിസ്കസ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, ഞങ്ങൾ പഠിച്ച പ്രകാരം അങ്ങനെ പറയുന്നു, ഇപ്പൊ നിങ്ങൾ പറയുന്ന രീതിയിൽ ശരിയാണ്, പക്ഷെ ഞങ്ങൾക്കത് മാറ്റി പറയാൻ സാധിക്കുന്നില്ല. കാരണം എത്രയോ 100 വീടുകൾ അവരെ ഇതേ സ്ഥാനം കൊടുത്ത് അവർ കെട്ടിയതാ. ഇന്ന് അവർക്ക് മാറ്റി പറയാൻ പറ്റില്ല വ്ലോഗിൽ വന്ന്. അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് ഇനി ഞങ്ങൾ ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സന്തോഷം. അപ്പോ ഇതിന് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഒന്നുകിൽ എന്നെ വിൽക്കുക, അല്ലെങ്കിൽ മറ്റൊരു സേഫ് ആയിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക, അതല്ലെങ്കിൽ എന്നെ റീസ്ട്രക്ചർ തന്നെ ചെയ്യണം. അതിനൊരു ടെക്നീഷ്യന്റെ സഹായത്തോടെ അവിടെ പോയി അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ എന്തെങ്കിലും റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ഇത് രണ്ടുമേ വഴിയുള്ളൂ. പിന്നെ ഞാനൊരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അമ്പല പരിഹാരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷെ ആ പരിഹാരം പറയുമ്പോൾ ഇവരെല്ലാം പിന്നെ പരിഹാരത്തിന്റെ പിന്നിലോട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ആഗ്നേയത്തിലൊരു ഫോൾട്ട്, ഉദാഹരണം, ആഗ്നേയത്തിൽ ഒരു ഫോൾട്ട് ഉണ്ടെന്ന് വെക്കുക. ആഗ്നേയത്തിൽ നിന്ന് റോഡ് വന്ന് കുത്തുകയാണ്, അല്ലെങ്കിൽ ആഗ്നേയത്തിലൊരു കിണർ, അല്ലെങ്കിൽ ഭാഗം വച്ചിട്ടില്ല, പക്ഷേ അപ്പുറത്തെ കിണർ നമ്മുടെ ആഗ്നേയത്തിലായിരിക്കുന്നു, സഹോദരങ്ങളുടേതാ, ഭാഗം വെച്ചിട്ടില്ല, പക്ഷെ അപ്പുറത്തൊരു കിണറുണ്ട്, അത് സഹോദരനാണെങ്കിൽ നടുക്കൊരു മതിൽ കെട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതിന് എഴുത്തുകുത്തുകളൊന്നും ക്ലിയർ ആയിട്ടില്ല, അതല്ലെങ്കിൽ ആഗ്നേയത്തിലൊരു കിണർ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക്. ഇങ്ങനെ ആഗ്നേയത്തിൽ ഫോൾട്ടുള്ള സ്ഥലങ്ങൾക്ക് നിങ്ങൾക്ക് അതുമായി അനുബന്ധങ്ങളുള്ള അമ്പലങ്ങളുണ്ട്. ആഗ്നേയ ഫോൾട്ടുള്ള അമ്പലങ്ങളുണ്ട്. ഇനി വായുവ്യത്തിലാണെങ്കിൽ വായുവ്യത്തിൽ എന്താണ് പ്രശ്നം, അതേ ഫോൾട്ടുള്ള അമ്പലങ്ങളുണ്ടാവും. അവിടെ ഒരു പൂജാരി ഉണ്ടാവും, അതിന്റെ മുഖ്യ കാർമ്മികനുണ്ടാവും.
മനസ്സിലായില്ലേ? അപ്പോൾ ഇത് അവരുമായി കണക്ട് ചെയ്തിരിക്കും. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പരിശോധിക്കുക. വേണമെങ്കിൽ തൊട്ടടുത്ത് ഞാനൊരു സ്ഥലം പറയാം, വാഗമൺ. വാഗമണിലൊരു മുരുകക്ഷേത്രമുണ്ട്. ആഗ്നേയ ഫോൾട്ടുള്ള നിങ്ങൾക്ക് പോയി നിങ്ങളുടെ ഒരു അമ്പല ദർശനത്തിനോടൊപ്പം, വാഗമൺ നല്ല സ്ഥലമല്ലേ, നിങ്ങൾക്ക് ചുറ്റിക്കാണാം. ഒരു അമ്പല ദർശനവുമായി ഇച്ചിരി നല്ല സ്ഥലം ചുറ്റിക്കാണലുമായി നിങ്ങൾ വാഗമണില് ആ വാഗമൺ മെയിൻ ജംഗ്ഷൻ, വാഗമൺ മെയിൻ, അവിടെ ഒരു ഒറ്റ സുബ്രഹ്മണ്യ ക്ഷേത്രമേ ഉള്ളൂ. ആ ക്ഷേത്രത്തിലൊന്ന് പോയി വരും. ഏതാ ആഗ്നേയ പ്രശ്നമുള്ള ആൾക്കാർ ആ ക്ഷേത്രത്തിലൊന്ന് പോയി വരും. അത് ഒരു മറുപരിഹാരമല്ല. ആഗ്നേയ പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റാനുള്ള സംവിധാനങ്ങൾ ആ എനർജി നിങ്ങൾക്ക് തരും. ഇതും ഒരു പരീക്ഷണ അടിസ്ഥാനം തന്നെയാണ്. ഞാൻ അമ്പലങ്ങളൊക്കെ പരീക്ഷിക്കും. പല അമ്പലങ്ങളിലും, വളരെ പ്രശസ്തമായ അമ്പലങ്ങളിലും ഞാൻ പോകുന്നത് കൂടുതലും അവിടുത്തെ വാസ്തു സംവിധാനങ്ങൾ ശ്രദ്ധിക്കാനാണ്, പഠിക്കാനാണ്. പഠിക്കുന്ന കാലങ്ങളിൽ ഒരുപാട് അമ്പലങ്ങൾ പോകുമായിരുന്നു. കാരണം അത് മഹാവാസ്തു സൃഷ്ടികളാണ് അമ്പലങ്ങൾ, മനസ്സിലല്ലേ? അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണ്. പഞ്ചഭൂത സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട്, അമ്പലങ്ങൾ. ഞാൻ അതിലല്ല വരും. നിങ്ങളുടെ തൊട്ടടുത്ത് നമ്മുടെ വാഗമണിൽ ആഗ്നേയ ഫോൾട്ടുള്ള ഒരു സ്ഥലം, ഒരു വീട്, ആ ഫോൾട്ട് മാറ്റാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പോലും സാധിക്കത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ കാശുണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പണിക്കാരുണ്ടായിരിക്കാം, മറ്റ് സംവിധാനങ്ങളിലൂടെ നിങ്ങൾ ബ്ലോക്ക് ആയിരിക്കും. ആ അമ്പലത്തിലൊന്ന് പോവുക. അതൊരു യാത്രയും നല്ലതല്ലേ? പിന്നെ ആ പൂജാരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നിങ്ങൾ സഹായിക്കുക. അത് അദ്ദേഹത്തിനും അവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിനും അതൊരു നല്ലതല്ലേ? ഇപ്പൊ ചുറ്റും എല്ലാം നല്ലതേ നടക്കുള്ളൂ. ഒരു ആ പൂജാരിയെ കാണുക, അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുക, ആ അമ്പലത്തിന് എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ പോയി സമയം അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് വരൂ. നിങ്ങൾക്ക് ആഗ്നേയ സംബന്ധമായ ഫോൾട്ട് മാറാനുള്ള സംവിധാനങ്ങളും ആ ബ്ലോക്സ് എല്ലാം നിങ്ങൾക്ക് മാറി വരും. ഇതേപോലെ ഓരോ മൂലകൾക്കും ഓരോ അമ്പലങ്ങളുണ്ട്. അത് നമുക്കിപ്പോൾ ഈ കടന്നു വരുന്ന ചോദ്യം, ആഗ്നേയത്തിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു എനിക്ക്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംവിധാനത്തിലോട്ട് ഞാൻ വരുന്നത്. പക്ഷെ നിർബന്ധമല്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ വിശ്വാസ രീതിയിൽ അങ്ങനെ ഒരു യാത്ര അനുകൂല അവസ്ഥയിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു വാഗമണിൽ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ആ അമ്പലത്തിൽ ഒന്ന് കയറി അവിടുത്തെ മറ്റു വിധിമുറകൾ പാലിച്ചു വരിക. ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വാസ്തുപരമായിട്ട് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. കൂടുതൽ ഇതുപോലെ സംശയങ്ങൾക്ക് സാറിന് നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമ്പർ നമ്മളിവിടെ താഴെ കൊടുക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോയ്ക്കായി നമുക്ക് വീണ്ടും കാത്തിരിക്കാം. താങ്ക് യു.